ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ റിലയൻസ് മാളിൽ പോയപ്പോൾ, ആലപ്പുഴ ജില്ലയിലുള്ള റിലയൻസ് മാളിൽ പോയപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് നമ്മുടെ KFCയിലോട്ടാണ്. KFC ചെന്നപാടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് തന്തൂരി ചിക്കനാണ് കേട്ടോ. അപ്പോൾ തന്തൂരി ചിക്കന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വെയിറ്റ് ചെയ്യുന്നത്. കൂടെ നമ്മൾ ജ്യൂസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് നമുക്ക് സംഭവം വന്നത്, നമ്മുടെ തന്തൂരി ചിക്കൻ വന്നത് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം നമ്മൾ ഏതൊക്കെ ഐറ്റംസ് അവിടെ ഉണ്ടെന്നൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ ഇരുന്നു. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് തന്തൂരി ചിക്കൻ ആയതുകൊണ്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. മയോണൈസ് വന്നിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു. ദേവക്കുട്ടി അവിടെ ഇരുന്ന് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾക്ക് ഇങ്ങനെ ചിക്കൻ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മയോണൈസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അധിക നേരം കൊടുത്തില്ല, നമ്മൾ മേടിച്ച് വയ്ക്കുമായിരുന്നു. മയോണൈസ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വല്ലപ്പോഴും ആയതുകൊണ്ട് തന്നെ സ്വല്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഓർഡർ ചെയ്തത് ബർഗറായിരുന്നു. ബർഗറും നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. നമ്മൾ വാഷ് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ നേരെ പോയത്, നമുക്ക് കുറച്ച് വെജിറ്റബിൾസും സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലത്തെ ഫ്ലോറിലോട്ട് പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ കുറേ ബാഗുകളുടെ കളക്ഷനാണ്. നല്ല റേറ്റ് കുറവിൽ ബാഗുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. 3000, 4000 ആ ഒരു റേറ്റിൽ വരുന്ന ബാഗുകളായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗുകൾ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ മാത്രം എടുക്കാനായിട്ടാണ് പോയത്. നമ്മൾ ആദ്യം എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു വൈപ്പറായിരുന്നു. നമ്മുടെ ചെറിയൊരു വൈപ്പറിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വൈപ്പറാണ് ആദ്യം എടുത്തത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 172 രൂപയായിരുന്നു ഇതിൻ്റെ വില. ചെറിയൊരു വൈപ്പറായിരുന്നു, അതെടുത്തു നമ്മൾ. പിന്നെ നമ്മൾ കുറച്ച് ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി വിലയില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ഉള്ള വിലയൊക്കെ തന്നെ ഇവിടെയുള്ളൂ. ഇവിടെ കൂടുതലായിട്ടും വെജിറ്റബിൾസിനാണ് വില കുറവായിട്ടുള്ളത്. ആലപ്പുഴയാണ് റിലയൻസ് മാള്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമുക്ക് വെജിറ്റബിൾസിനാണ് വില കുറവായിട്ടുള്ളത്. ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. നമുക്ക് എടുക്കാനുള്ള സോപ്പ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വന്ന പാടെ കുറേ സാധനങ്ങളെടുത്ത് നമ്മുടെ ബാസ്ക്കറ്റിലിടുന്നുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമായിരുന്നു നമ്മുടെ റിമോട്ടിൻ്റെ ബാറ്ററി ആയിരുന്നു. ഡ്യൂറോസെല്ലിൻ്റെ ബാറ്ററി ആയിരുന്നു. അത് നമുക്ക് ആവശ്യമായതുകൊണ്ട് നല്ല പ്രൈസ് കൂടുതലുള്ള ബാറ്ററി തന്നെ നമുക്ക് വേണം. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ തനിയെ പറക്കി ഇടുന്നുണ്ടായിരുന്നു. നമ്മുടെ പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവയ്ക്ക് വേണ്ടതും വേണ്ടാത്തതും എല്ലായിട്ടുള്ള സാധനങ്ങൾ പറക്കി ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് പർച്ചേസിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഉഴുന്ന്, പരിപ്പ്, ബീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ശർക്കര, അതുപോലെ തന്നെ ഓരോ അരി, പച്ചരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, അത് അവിടെ ഇരുന്നതാണ്. ഇങ്ങനെയുള്ള 2-3 സംഭവങ്ങൾ നമുക്ക് പേരറിയാത്ത കുറച്ച് ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സോയാബീൻ, ഇതൊക്കെ നമുക്ക് തൂക്കി മേടിക്കാവുന്നതാണ്. മല്ലി അങ്ങനെയുള്ള ഐറ്റംസ്, പപ്പടം, ആ സംഭവങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. ചില ഐറ്റംസൊക്കെ നമുക്ക് തൂക്കി വാങ്ങാമായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ചൊരു സംഭവമാണ് ഏത്തയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. പച്ച ഏത്തയ്ക്ക. നമുക്ക് ഓണമൊക്കെ വരുമല്ലേ, ചിപ്സ് ഉണ്ടാക്കാനും പിന്നെ കായ വറക്കാനും ഒക്കെ നമുക്ക് ആവശ്യമായതുകൊണ്ട് തന്നെ ഏത്തയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികൾ, നമുക്ക് ഓണം എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇപ്പോഴേ പച്ചക്കറികളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വേണ്ടാത്ത പച്ചക്കറി എല്ലാം എടുത്ത് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാരങ്ങ, മാങ്ങ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ദേവയുടെ അംഗനവാടിയിൽ ഓണപ്പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മളാണ് അച്ചാറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ടുള്ള നാരങ്ങ, മാങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. മാങ്ങ അത്യാവശ്യം നല്ല മാങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. നാരങ്ങ നമ്മൾ ആദ്യം എടുത്തത് ചെറുനാരങ്ങയാണ്. പിന്നെ നമ്മൾ മറ്റേ വലിയ ഉണ്ടനാരങ്ങ ഇല്ലേ, അതാണ് നമ്മൾ എടുത്തത്. പച്ച കളർ നാരങ്ങ, അതുകൊണ്ട് കയ്പ്പ്
ഉപ്പ് വരുമോ എന്നുള്ളൊരു ഡൗട്ടിൽ ഞാൻ എടുത്ത നാരങ്ങ നമ്മുടെ ഉണ്ട നാരങ്ങയാണ്, താഴെ തന്നെ ഇരിക്കുന്ന ഉണ്ട നാരങ്ങയാണ്. പിന്നെ നമ്മൾ അലറ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ എടുത്ത സാധനമാണ് വേറൊരു ഐറ്റമാണ് നമ്മുടെ സ്ട്രോബെറി. പക്ഷേ ഇത് ഭയങ്കര പുളിയായിരുന്നു. വീട്ടിൽ വന്ന് നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര പുളിയായിരുന്നു. നമ്മൾ എടുത്തതാണ്, ആ സമയത്ത് ഇഷ്ടം തോന്നിയപ്പോൾ എടുത്തതാണ്. അതുപോലെ തന്നെ അവോക്കാഡോ എടുത്തിട്ടുണ്ടായിരുന്നു. അവോക്കാഡോ നല്ല പഴുത്തയായിരുന്നു. ഇത് നമ്മൾ നെങ്ങുന്നുള്ളതുകൊണ്ട് പഴുത്തയായിരുന്നു. നമ്മളിത് എടുത്ത് നോക്കിയിട്ടില്ല, വീട്ടിൽ വന്ന് നമ്മൾ എടുത്ത് നോക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ചെറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ദേവക്കുട്ടിയുടെ അംഗനവാടിയിലേക്ക് പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 4 കവറോളം തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈരും നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നെ ദേവ കുറേ സാധനങ്ങൾ, ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ട് നമ്മളൊന്നും എടുത്തിട്ടില്ല. ഫ്രൂട്ട്സ് ഐറ്റംസിൽ നമ്മൾ എടുത്തത് അവോക്കാഡോയും പിന്നെ ചെറിയുമാണ്. വീഡിയോ ഇവിടെ തീരുന്നില്ല, ഇഷ്ടം പോലെ വീഡിയോ ഉണ്ട്, കുറച്ച് ഐറ്റംസ് കൂടെ നമുക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നിർത്തുവാണ്. ബാക്കി നമ്മുടെ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.